എന്താണ് സ്ക്രിപ്റ്റിംഗ്? സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിം, ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ എന്തും ആവട്ടെ, അതിന്റെ ഒരു പ്ലാൻ നമ്മൾ എഴുതി മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നതിനെയാണ് എൻ്റെ ഭാഷയിൽ അത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി വളരെ സിമ്പിൾ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ്, നമ്മളെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ സ്ക്രിപ്റ്റിലെ ഫസ്റ്റ് സീനിലെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഫോർമാറ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് പകർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങളൊരു പേപ്പർ എടുക്കുക. എപ്പോഴും പേപ്പർ അല്ലെങ്കിൽ പേപ്പറിലാണ് കൂടുതലും നമ്മൾ എഴുതാൻ എഴുതുന്നത്. നിങ്ങൾക്ക് ബുക്കിൽ വേണമെങ്കിലും എഴുതാം. ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ അത് കീറി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ഒരുപാട് അനുഭവമുണ്ട്. ഈ സ്ക്രിപ്റ്റ് മൊത്തം കീറി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട് നമ്മളുടെ ഷോർട്ട് സ്റ്റോറിയുടെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതാൻ പോകുന്ന എന്തിലാണെന്ന് ആദ്യം തീരുമാനിക്കുക. നിങ്ങളുടെ സ്ക്രിപ്റ്റ്, നിങ്ങൾക്കൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. നിങ്ങൾ എഴുതാൻ പോകുന്ന കഥ, കാര്യങ്ങൾ അത് നിങ്ങളുടെ തിങ്കിങ്ങിൽ വരേണ്ടതാണ്. അത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, ഇങ്ങനെ ചിന്തിച്ചെഴുതൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ. അതിനെയാണ് നമ്മൾ ത്രെഡ്, അതുപോലെ സ്റ്റോറിയുടെ പ്ലോട്ട് ഇങ്ങനെയെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഓരോ ചെറിയ ചെറിയ പോയിന്റുകളായിട്ടും അല്ലെങ്കിൽ ഒരു കഥ എന്താണ്, നമ്മുടെ ക്ലൈമാക്സ്, അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു നടുക്ക് വരുന്ന സംഭവം, അതായത് ഒരു ഇന്റർവെൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ബിഗിനിങ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിനകത്ത് ഉണ്ടാവുന്നതെന്നുള്ള ഒരു പോയിന്റ് ആയിട്ട് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയുടെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു പേപ്പർ എടുക്കുക. അത് മനസ്സിലുണ്ടെങ്കിൽ ഇതൊരു പേപ്പർ എടുക്കുക. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിന്റെ മോഡൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർമാറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നോട്ട്ബുക്കിന്റെ പേപ്പറാണ്. നിങ്ങൾക്ക് നമ്മളുടെ എക്സാം ഒക്കെ എഴുതുമ്പോഴത്തെ പേപ്പറുകൾ നിങ്ങൾ വാങ്ങിക്കുക, A4 ഷീറ്റ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ആ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഒരു മാർജിൻ ഇടുക. ഇതിപ്പോൾ ഒരു നോർമലി ഇടുമ്പോൾ ഒരു മാർജിൻ ഇങ്ങനെ ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാർജിനിൽ എത്തുന്ന പോലെ ഇതിന്റെ സെന്റർ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ, മാർജിൻ അതുപോലെ തന്നെ ഈ 2 പാർട്ടായിട്ട് കിട്ടും പോലെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇതാണ്ട് ഇതുപോലെ 3 ഇതായിട്ട് കിട്ടും. 1 2 3. അപ്പൊ ഈ മാർജിൻ കൂട്ടാതെ 1 2 ഈ 2 ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് സീനിലെ ഒരു ചെറിയ ഭാഗം വായിക്കാം. അപ്പോൾ അത് എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വായിക്കാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഷീറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പേരോ അല്ലെങ്കിൽ ടൈറ്റിൽ, അതുപോലെ തന്നെ ഡയറക്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ഞാൻ എടുത്ത എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഇതാണ് പറയുന്നത്. നമ്മൾ ആ സിനിമയിലും സ്ക്രിപ്റ്റ് എഴുതുന്ന ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഇതല്ലാതെ വേറെ ഒരു ഫോർമാറ്റും കൂടി ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടും മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഫോർമാറ്റുകളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എത്രാമത്തെ സീനാണെന്ന് ആദ്യം എഴുതണം. സീൻ 1 എന്നിട്ട് ഒരു സ്ലാഷ് കൊടുക്കുക, വഴിയോരം. അത് എവിടെയാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സീൻ, ഒന്നാമത്തെ സീൻ എവിടെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ രണ്ടാമത് എഴുതാനുള്ളത്. ആ ഒരു സ്ഥലമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ റൂം ആണെങ്കിൽ വീടിന്റെ റൂം ആണെങ്കിൽ റൂം, വീടിനുള്ളിലാണെങ്കിൽ വീടിനുള്ളിൽ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലം നിങ്ങൾ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഡേ ഓർ നൈറ്റ്. ഇത് ഡേ ആയിട്ട് പകൽ നടക്കുന്ന സംഭവമാണോ, അതല്ലെങ്കിൽ നൈറ്റ് നടക്കുന്നതാണോ, രാത്രി നടക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾ ഡേ ഓർ നൈറ്റ് എന്നുള്ളത് സ്ലാഷിട്ട് അടുത്തതായിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് EXT. ഇപ്പം എക്സ്റ്റീരിയർ ആണ്, അപ്പൊ പുറത്ത് നടക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ EXT എന്നിടും. ഇപ്പോൾ അകത്താണ് നടക്കുന്നതെങ്കിൽ ഇന്റീരിയർ ആയിട്ടുള്ളതിന് INT എന്ന് നമ്മൾ ഇടും. ഇപ്പൊ ഇവിടെ EXT എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സീൻ 1 വഴിയോരം, ഡേ, എക്സ്റ്റീരിയർ. ഓക്കെ, EXT. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഈ ഒരു ഫസ്റ്റ് കോളത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഈ മാർജിൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് കോളത്തിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം സിറ്റുവേഷൻ ആണ് നമ്മൾ ഈ ഒരു കോളത്തിനകത്ത് എഴുതുന്നത്. അതായത് നമ്മുടെ കഥ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഈ ഒരു കോളത്തിനകത്ത് എഴുതുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡയലോഗുകൾ മിക്സ് ചെയ്ത് എഴുതില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സിറ്റുവേഷൻ എഴുതുകയാണ്. നമ്മളുടെ ലാസ്റ്റ് ഡേ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു ചെറിയൊരു, വളരെ ഒരു സീൻ പോലും ഇല്ലാത്തൊരു
ചെറിയൊരു ഷോർട്ട് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സീൻ 1 വഴിയോരം, ഡേ എക്സ്റ്റീരിയർ. മഴ പെയ്തു തോർന്ന വനമാൽ ചുറ്റപ്പെട്ട വഴിയോരം, രണ്ടറ്റവും മഴങ്ങളാൽ മൂടപ്പെട്ട ഒരു റോഡ്. ആ റോഡിലൂടെ ഒരു ബാഗും തോളിൽ തൂക്കി മൊബൈലും കയ്യിൽ പിടിച്ച് നടന്നു വരുന്ന ഒരു പയ്യൻ. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. നിങ്ങൾ മനസ്സിൽ കണ്ടോളണം, ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. ശേഷം അവൻ റോഡിന്റെ ഒരു വശത്തേക്ക് കയറി നിന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഒരു വോയിസ് പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഒരു സിറ്റുവേഷൻ ആണ്. അത് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ആദ്യത്തെ ഒരു ലൈൻ്റെ അകത്താണ്. ഓക്കെ, അടുത്തത് നമ്മൾ ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് നമ്മൾ പ്ലേ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഒരു വോയിസ് ക്ലിപ്പ് അവൻ പ്ലേ ചെയ്യുന്നു. ആ പ്ലേ ചെയ്ത വോയിസ് ക്ലിപ്പിനകത്ത് കേൾക്കുന്ന ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു വോയിസ് ഓവർ, അപ്പോൾ അതിനെ നമ്മൾ ഡയലോഗായിട്ടാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, ആ ഡയലോഗ് നമ്മൾ എഴുതേണ്ടത് ഇപ്പുറത്തെ സെക്ഷനകത്താണ്. അതായത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ അപ്പുറത്തെ സെക്ഷനകത്താണ്. അത് നേരെ കൊണ്ട് മുകളിൽ എഴുതരുത്. നമ്മൾ ഇവിടെ എവിടെയാണോ എഴുതി തീർത്തത് അതിൻ്റെ അതേ സൈഡിൽ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുക. ബ്രോരെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഞാൻ കണ്ടായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. ബ്രോ ഫീസും ഡീറ്റെയിൽസും എനിക്കൊന്ന് അയച്ചു തരൂ എന്നാണ് ആ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് ഉള്ള ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയലോഗ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് എഴുതി. അതുപോലെ സിറ്റുവേഷൻ ഇവിടെ എഴുതി. നമ്മളെ സീൻ ഏതാണെന്നുള്ളത് ഇവിടെ എഴുതി. ഇത്രയാണ് നമ്മളുടെ സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് സീൻ 1 എത്രാമത്തെ സീനാണെന്ന് എഴുതുക. 2 എന്ന് പറയുന്നത് വഴിയോരം എന്ന സ്ഥലമാണ്. അപ്പോൾ ഏത് സ്ഥലം, പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡേ ഓർ നൈറ്റ്, അത് രാത്രിയാണോ പകലാണോ ആ ഒരു സംഭവം നടക്കുന്നതെന്ന് ഡേ ഓർ നൈറ്റ് ആക്കി എഴുതുക. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റീരിയർ ആണ്, INT ഇന്റീരിയർ അകത്താണെങ്കിൽ INT എന്ന് എഴുതുക. ഇത്രയും എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അത് പല ഓരോ ഡയറക്ടർ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതുമ്പോഴും അവരവരുടെ സ്റ്റൈലിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ രീതിയിൽ എഴുതുന്നതേ ഉള്ളൂ. ഇത് പ്രോ അല്ല, ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. പലർക്കും പല രീതി എഴുതുന്നവരുണ്ട്. പോയിന്റ് ആയിട്ട് എഴുതി ഇങ്ങനെ പോകുന്നവരുണ്ട്. ചിലർ സിറ്റുവേഷൻസ് എഴുതില്ല, ഡയലോഗ്സ് മാത്രം എഴുതി പോകുന്നുണ്ട്. ചിലർ ഡയലോഗ്സ് എഴുതാതെ സിറ്റുവേഷൻസ് മാത്രം എഴുതി പോയിട്ട് ആ ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഡയലോഗ്സും കൂടെ കയറ്റുന്നവരുണ്ട്. പിന്നെ ഇത് നമ്മൾ പിന്നീട് ഇംപ്രവൈസ് ചെയ്ത് മാറ്റുന്നതായിരിക്കും. ചില ഡയലോഗ്സ് ഒക്കെ ചിലത് മാറ്റും, സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ ഇത് ഇങ്ങനെ തന്നെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്ന ഒരു കൂട്ടത്തിലുമാണ്. ചില സിറ്റുവേഷൻസിൽ ചില ഡയലോഗുകൾ നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ആ ഒരു രീതി കിട്ടാത്തതുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് സിറ്റുവേഷൻ ആണ്, ഇത് ഡയലോഗാണ്. ഇതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ ക്യാമറ ആംഗിളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പേസ് വരുന്ന ഭാഗത്തൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കുറെ PDF കിട്ടും സ്ക്രിപ്റ്റിന്റെ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്, മലയാളം സിനിമയിലെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചിരുന്നത് എൻ്റെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഇതിനേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് എന്താ പറയാ വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ മെയിൻ ആയിട്ടും ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടും. അതാണ് നമ്മളിപ്പോൾ ഇത്ര ഷോട്ട് ഇത്ര സമയത്ത് എടുക്കാം, അല്ലെങ്കിൽ ഇത്ര ഷോട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി, നമ്മൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഒന്നും എടുക്കണ്ട. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇത് മാത്രമാണ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന പാർട്ടുകളിൽ ഈ സീൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഷോട്ടുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാം കാസ്റ്റ്, എഡിറ്റിംഗ്, ഫുൾ ഇതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് അറിയിക്കുക. ഈ ഫസ്റ്റ് തുടങ്ങുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരു ഷോർട്ട് സ്റ്റോറി, ലാസ്റ്റ് ഡേ എന്നുള്ള ഷോർട്ട് സ്റ്റോറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക കേട്ടോ. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് പാർട്ടി കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ബൈ.